ഹലോ, നമ്മൾ ഇന്ന് ഒരു സ്റ്റാർട്ടറാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ വിങ്സിൻ്റെ ഒരു പാൻ റോസ്റ്റ്. ഓയിൽ വളരെ കുറവായിട്ട് യൂസ് ചെയ്യുന്ന ആ, ഒരു റെസിപ്പിയാണ്. പിന്നെ പാന് ചൂടാക്കിയിട്ട് ചിക്കൻ വിങ്സ് അതിൽ പ്ലേസ് ചെയ്യണം. കുറച്ച് കറി ലീവ്സ് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് സ്പൈസസിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ലിഡ് മൂടി വയ്ക്കുക. അതിൻ്റെ തന്നെ മോയ്സ്ചറിലൊന്ന് കുക്ക് ആയി വരട്ടെ. അതിൻ്റെ തന്നെ ഇറങ്ങിയ മോയ്സ്ചറാണ് അതിലാണ് ഇരിക്കുന്നത്. ഒന്ന് കുക്കാവുന്നുണ്ട്. ഓയിൽ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഓയിൽ നമ്മൾ ഏത് ഓയിൽ വേണം ആഡ് ചെയ്യാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് അത് സ്കിൻ ഓൺ ആണ്. ആ സ്കിന്നിൽ നിന്ന് തന്നെയുള്ള ഫാറ്റ് ഇറങ്ങുന്നുണ്ട്. അതിലാണ് നമ്മൾ മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പാൻ ഗ്രില്ല് ചെയ്തെടുക്കുക. ഈ സമയത്ത് സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പാനിലൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം ആസ് പെർ ദ ടേസ്റ്റ്. പിന്നെ സ്പൈസസിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി, അതൊരു കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി. പിന്നെ കുറച്ച് ടേമറിക് പൗഡർ, മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് പെപ്പർ, എരിവിന് വേണ്ടി മെയിനായിട്ടും പെപ്പറാണ് യൂസ് ചെയ്യുന്നത്. പെപ്പറാണ് അതിന് മെയിനായിട്ടും എരിവ് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ജസ്റ്റ് ഒരു കളർ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ പെപ്പർ, വിഗറസ് എമൗണ്ട് ഓഫ് പെപ്പർ യൂസ് ചെയ്യുക. ആസ് പെർ നമ്മുടെ ഒരു സ്പൈസസിനനുസരിച്ചിട്ട് പെപ്പർ യൂസ് ചെയ്യുക. ഇതിങ്ങനെ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പൈസസ് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഓൾ ത്രൂ ദ പ്രോസസ് ഹീറ്റ് ഒരു ആവറേജ് മീഡിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഹൈ ഫ്ലെയിം ആവണ്ട. ഇനി മെയിനായിട്ട് നമ്മൾ പാൻ ടോസ്റ്റ് ചെയ്ത് തന്നെ എടുക്കുക. മൂടി വെക്കേണ്ട കാര്യമില്ല, തുടക്കത്തിൽ മാത്രമേ നമ്മളൊന്ന് മൂടി വെച്ചുള്ളൂ. പിന്നെ നമ്മൾ ആ മോയ്സ്ചറും ഇതെല്ലാം ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ ലാസ്റ്റ് നമുക്ക് ചോപ്ഡ് ഓണിയൻ, അത് ഓപ്ഷണലാണ്. ചോപ്ഡ് ഓണിയൻ നമുക്ക് ഒരു ക്രിസ്പിനെസ്, അത് അങ്ങ് വേവിച്ച് ഇതാക്കേണ്ട, ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കടിക്കാൻ പറ്റുന്ന രീതിയിൽ ചോപ്ഡ് ഓണിയൻസ് എടുക്കുക, ഒന്ന് ടോസ്റ്റ് ചെയ്യുക. ടോസ്റ്റ് ചെയ്തെടുക്കുക. സീസണിങ് നോക്കുക. ഉപ്പ് ഈ സമയത്ത് ചെക്ക് ചെയ്യുക. ഗരം മസാല ഇനി ആഡ് ചെയ്യണമെന്നില്ല. പെപ്പർ വേണമെങ്കിൽ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമുക്ക് സെർവ് ചെയ്യാം. ഇറ്റ്സ് ഡൺ. ഇത് ഹോട്ടായിട്ട് സെർവ് ചെയ്തിട്ട് ഹോട്ടായിട്ട് ചൂടോടുകൂടി തന്നെ കഴിച്ചാൽ ആണ് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊരു നല്ലൊരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.